ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ നിന്നും റെലഗേറ്റ് ആവുന്നതിന്റെ തൊട്ടരികിലായിരുന്നു ഗോകുലം കേരള ഉണ്ടായിരുന്നത്. ഇന്നലെ അവർക്ക് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. നംദാരി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഗോകുലം കേരള ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ നിന്നും റെലഗേറ്റ് ആവുമായിരുന്നു. പക്ഷെ അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തല നാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിന്റെ 97ാമത്തെ മിനിറ്റിലാണ് ഗോകുലം കേരള വിജയ ഗോൾ നേടിയത്. അതായത് ട്രിജോയ് ഡയസ് ആണ് വിജയ ഗോൾ കണ്ടെത്തിയത്. 97ാമത്തെ മിനിറ്റിൽ ഗോൾ പിറക്കുന്നു. അങ്ങനെ നംദാരിയെ പരാജയപ്പെടുത്താൻ ഗോകുലം എഫ് സിക്ക് കഴിയുന്നു. അങ്ങനെ നംദാരി റെലഗേറ്റ് ആവുന്നു, ഗോകുലം കേരള രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ 97ാമത്തെ മിനിറ്റിലാണ് ഗോകുലം കേരള രക്ഷപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. നേരത്തെ 2 തവണ ഐ ലീഗ് കിരീടം സ്വന്തമാക്കിയ ടീമാണ് ഗോകുലം കേരള. പക്ഷെ ഇത്തവണ വലിയ ഒരു പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതിനെ അതിജീവിക്കാൻ അവർക്കിപ്പോൾ കഴിഞ്ഞു. അടുത്ത സീസണിലും ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ തന്നെ ഗോകുലം കേരള തുടരും എന്നുള്ളതാണ്. ഇനി ISLന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇന്റർ കാശിയോട് കരുത്തരായ മോഹൻ ബഗാൻ സമനില വഴങ്ങിയിട്ടുണ്ട്. 2 ടീമുകളും ഗോളുകൾ ഒന്നും നേടിയില്ല. അങ്ങനെ ഗോൾ രഹിത സമനിലയാണ് മോഹൻ ബഗാൻ ഇന്നലത്തെ മത്സരത്തിൽ വഴങ്ങിയിട്ടുള്ളത്. ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്താനുള്ള അവസരമാണ് മോഹൻ ബഗാൻ തുലച്ചു കളഞ്ഞത്. നിലവിൽ ഈസ്റ്റ് ബംഗാളാണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ ഉള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് കയറി വരാൻ മോഹൻ ബഗാന് സാധിക്കുമായിരുന്നു. ഏതായാലും മത്സരശേഷം അവരുടെ താരങ്ങൾക്ക് തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മോഹൻ ബഗാന്റെ ആരാധകർ തന്നെയാണ് പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. പുറത്തു പോകൂ എന്നാണ് MBSG ആരാധകർ ചാൻഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ ബസ്സിന് നേരെ ചാൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് മോഹൻ ബഗാൻ ഇന്നലത്തെ മത്സരത്തിൽ സമനില വഴങ്ങിയത് അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കിരീട പോരാട്ടത്തിൽ ഇപ്പോൾ അവർ 2ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള ഒരു മത്സരമാണ് അടുത്തതായി നടക്കുന്നത്. ആ മത്സരത്തിൽ വിജയിക്കുന്നത് ആരാണോ അവർക്ക് കിരീടം നേടാനുള്ള ഒരു സുവർണാവസരം അവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ ഡെർബി പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ കൊൽക്കത്തൻ ആരാധകർ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.